ഒന്നാം ട്രാക്കിലൂടെ ശ്രീമുരുകനും ആവേശത്തോടെ തുഴകൾ എറിഞ്ഞുകൊണ്ട് നമുക്ക് മുൻപിലൂടെ കടന്നു വരുമ്പോൾ എന്തായാലും ഏകദേശം 800 മീറ്ററോളം വരുന്ന ഈ വാട്ടർ ട്രാക്കിൽ ശക്തമായ മത്സരത്തിന് അവിടെ നിന്ന് തിരിതെളിഞ്ഞു കഴിഞ്ഞു. എന്തായാലും അവരെങ്ങനെ മത്സരിച്ച് നമുക്ക് മുൻപിലേക്ക് വരുമ്പോൾ നമ്മളുടെ ആവേശത്തിന് ഒട്ടും കുറവാനാത്ത രീതിയിൽ നല്ല കയ്യടികളും ആർപ്പുവിളികളുമായി നമുക്ക് അവരെ വരവേൽക്കാം. കാരണം നമ്മുടെ കയ്യടികളും ആർപ്പുവിളികളുമാണ് അവർക്ക് ലഭിക്കുന്ന ഒരു ഊർജ്ജം. എന്തായാലും നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞ പ്രിയപ്പെട്ടവരെ, അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും 3 കള്ളിവളങ്ങളും ഒപ്പത്തിനൊപ്പം മത്സരിച്ച് വരുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയല്ലേ. ആ മഞ്ഞപ്പങ്കായങ്ങളും വെള്ളപ്പങ്കായങ്ങളും ഒക്കെ അങ്ങനെ കുത്തിയെറിഞ്ഞുകൊണ്ട് അങ്ങനെ മത്സരിച്ച് കടന്നു വരുമ്പോൾ ഏകദേശം 2 ട്രാക്ക് ദൂരത്തിലേക്ക് എത്തുമ്പോൾ 3 കള്ളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പം മത്സരിച്ച് വരുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച. ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന പമ്പാവാസൻ BBC ഇല്ലിക്കലിന്റെ നേതൃത്വത്തിൽ ക്യാപ്റ്റൻ ആദർശ് നടുവിൽക്കര അതിന് മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ അണിയത്ത് ഹരീഷ് ഉണ്ട്, അമരത്ത് ശരത് ഉണ്ട്. 2ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 TDPC തലക്കാവിന്റെ നേതൃത്വത്തിൽ കടന്നു വരുമ്പോൾ വിശാഖ കാമ്പാറ അതിന് മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ സുരേഷ് അരൂക്കുട്ടി അതിന്റെ അണിയത്തും പ്രശാന്ത് അതിന്റെ അമരത്തും നിന്ന് നയിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ 3ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ശ്രീമുരുകൻ സൺറൈസ് ബോട്ട് ക്ലബിന്റെ ഒരുമനിയൂരിന്റെ നേതൃത്വത്തിൽ ക്യാപ്റ്റൻ സദീപ് അതിന് മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ അണിയത്ത് ഗിരിയുണ്ട്, അമരത്ത് ബിജുണ്ട്. നിങ്ങളത് നോക്കിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ, ഏകദേശം ട്രാക്ക് ദൂരം പകുതി പിന്നിടുമ്പോൾ 3 കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പം മത്സരിച്ച് വരുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. എന്തായാലും 15ാമത് തീരഞ്ജനോത്സവത്തിന്റെ ആദ്യപാദ മത്സരത്തിൽ വിജയത്തിന്റെ ആ കുതി വളർത്താൻ പോകുന്നത് ആരാണെന്നറിയാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം നമ്മളിങ്ങനെ കാത്തു നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 2ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ഒരല്പം മുൻപിലാണ്. ഇല്ല, 3 വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം മത്സരിച്ച് വരുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച. 1ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന പമ്പാവാസൻ, 2ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2, 3ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ശ്രീമുരുകൻ. ഏതായാലും 3 കളിവള്ളങ്ങളും ചരടിൽ കെട്ടിവലിച്ചതുപോലെ അങ്ങനെ ഒപ്പത്തിനൊപ്പം മത്സരിച്ച് വരുന്ന ഒരു കാഴ്ച. എന്തായാലും ഫിനിഷിംഗ് ക്യാമറയ്ക്ക് പോലും മത്സരത്തെ പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സുന്ദരമായിട്ടുള്ള ഒരു മത്സരത നമുക്ക് കൺമുമ്പിലേക്ക് ഇതാ എത്തിക്കഴിഞ്ഞു. അവസാന ട്രാക്ക് ദൂരത്തിലേക്ക് എത്തുമ്പോൾ എന്താ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എവിടെ നിൽക്കുന്നു? ഒന്ന് കൈയടിച്ച്, ഒന്ന് ആർപ്പ് വിളിച്ച്, ഒന്ന് ആവേശം കൊടുത്ത് തീരഞ്ജനോത്സവത്തിന്റെ ആദ്യപാദ മത്സരത്തിൽ 3 ജലരാജാക്കന്മാർ ഇങ്ങനെ ജലജറ്റ് പോലെ ഒപ്പത്തിനൊപ്പം മത്സരിച്ച് വരുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച. പമ്പാവാസനാണ്, അത് സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ആണോ, ശ്രീമുരുകനാണോ, അത് ആ അണിയത്ത് നമ്മുടെ ഗിരീച്ചേട്ടനും സുരേഷ് ചേട്ടനൊക്കെ എണീറ്റ് നിന്ന് കാണിക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച. ശ്രീമുരുകൻ ഒരാൾക്ക് മുന്നിലാണ്, ഇല്ല വിട്ടുകൾ തന്നെയാണ് സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ഒരു ഫോട്ടോ ഫിനിഷിംഗിലേക്ക് കിടക്കുന്ന മനോഹരമായിട്ടുള്ള മത്സരം. ശ്രീമുരുകനാണ്, സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ആണോ, പമ്പാവാസനാണോ, ഒപ്പത്തിനൊപ്പമുള്ള മത്സരം. ശ്രീമുരുകൻ, സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2, പമ്പാവാസൻ, ശ്രീമുരുകൻ, സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2, പമ്പാവാസൻ. എന്തൊരു മത്സരം, എന്തൊരു ശക്തമായിട്ടുള്ള മത്സരമാണ്. ഒരു സ്റ്റാർട്ടിന് വേണ്ടി കാത്തു നിന്നുവെങ്കിലൊരു മത്സരം അവർ നിന്ന് ആരംഭിച്ചിരിക്കുന്നു. 1ാം ട്രാക്കിലൂടെ ജിബി തട്ടകനും 2ാം ട്രാക്കിലൂടെ ചെറിയ പെട്ടതിനും വാശിയോടെ താഴെറിഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് നോക്കിക്കേ. ആ പങ്കായത്തിൽ നിന്നിരുന്ന ആ ജലഗണികളുടെ ആ ഒരു കാടിനെ നിങ്ങളൊന്ന് നോക്കിക്കേ. അത്ര ശക്തമായ തുഴകൾ എറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട 2 വള്ളങ്ങളും ഇങ്ങനെ നമുക്ക് മുൻപിലേക്ക് കടന്നു വരുന്നത്. 1ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ജിബി തട്ടകൻ BBC പുളിയന്തൂരത്തിന്റെ കൈക്കരുത്തിൽ ക്യാപ്റ്റൻ വിജീഷ് അതിന് നേതൃത്വം നൽകുമ്പോൾ അണിയത്ത് നിന്നുകൊണ്ട് വിജീഷ് തന്നെ അതിന് മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ അതിന്റെ അമരത്ത് പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണനുണ്ട്. 2ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ചെറിയ മണ്ഡലം സൗഹൃദ ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ അങ്ങനെ കടന്നു വരുമ്പോൾ അതിന്റെ അണിയത്ത് മണികണ്ഠനുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ക്യാപ്റ്റനായി നമ്മുടെ പ്രിയപ്പെട്ട മണികണ്ഠൻ ഇങ്ങനെ ഒന്ന് നയിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ ശക്തമായിട്ടുള്ള മത്സരമാണ് അവിടെ നിന്ന് ആരംഭിച്ച് ഇങ്ങനെ നമുക്ക് മുന്നിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രോത്സാഹനങ്ങൾ കുറഞ്ഞു പോകരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും 2 ട്രാക്ക് ദൂരത്തിലേക്ക് എത്തുമ്പോൾ 2 കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പമാണോ? അല്ല, എനിക്ക് തോന്നുന്നു ഒരല്പം മുമ്പ് ചെറിയ പണ്ഡിതനല്ലേ, ചെറിയ പണ്ഡിതന്റെ ആ വെള്ളത്തുഴകളൊക്കെ അങ്ങനെ കുത്തിയെറിഞ്ഞുകൊണ്ട് ആദ്യ ലീഡ് എടുത്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് കടന്നു വരാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ BBC പുളിയന്തിരത്തിന്റെ ജിബി തട്ടകൻ ആ പച്ച പങ്കായത്തിൽ ഇങ്ങനെ വിസ്മയം തീർക്കുന്ന ആ ജിബി തട്ടകനും ഇങ്ങനെ വാശിയോടെ തുഴലെറിഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ 2 കളിവള്ളങ്ങളും ഏകദേശം നമ്മുടെ ട്രാക്കിന്റെ പകുതി ദൂരത്തിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ പണ്ഡിതൻ ലീഡ് എന്ന് പറയാൻ സാധിക്കുന്നില്ല. എന്തായാലും ജിബി തട്ടകനും ഒപ്പത്തിനൊപ്പം തന്നെ മത്സരിച്ച് വരുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. വെള്ളപ്പങ്കായങ്ങളും പച്ചപ്പങ്കായങ്ങളും തമ്മിലുള്ള ഒരു മത്സരം, ഒരു കുടുംബം പിടിക്കുന്ന ഒരു മത്സരം അവർ നിന്നിങ്ങനെ മത്സരിച്ച്
കടന്നു വരുമ്പോൾ എ ട്രാക്കിലൂടെ കടന്നു വരുന്ന ജിബി തട്ടകൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മധ്യ കേരളത്തിന്റെ ട്രാക്കുകളിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ തീർത്ത് ഒരു രാജാവിനെ പോലെ ബി ഗ്രേഡ് വിഭാഗത്തിൽ വാഴുന്ന ജിബി തട്ടകൻ PBC പുളിയന്തിരത്തിന്റെ ആ കൈക്കരുത്തിൽ കടന്നു വരുമ്പോൾ ജിബി തട്ടകനെ പിടിച്ചു കെട്ടുന്നതിന് വേണ്ടി ചെറിയ പെണ്ണിലൻ സൗഹൃദ ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ കടന്നു വരുമ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേണ്ട പ്രിയപ്പെട്ടവരെ, അവസാന ട്രാക്ക് കുറ്റിയിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ രണ്ട് കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പം മത്സരിച്ചു വരുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച. ആ അമരക്കാരൊക്കെ ആടപങ്കായങ്ങളൊക്കെ ഇങ്ങനെ കുത്തിയെറിയുന്ന സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് കൈകളടിക്ക് നമ്മുടെ മുൻപിലേക്ക് അവരിങ്ങനെ കടന്നു വരികയല്ലേ. ആ അണിയക്കാരന്റെ എഴുന്നേറ്റ് നിന്നുള്ള ആ വഴിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ആര് വിജയിക്കും, ആര് പരാജയപ്പെടും? ഇനിയും വിജയ പരാജയങ്ങൾ മാറി മറിയാൻ സാധ്യതയുള്ള ഒരു ട്രാക്ക് ദൂരം മുന്നിൽ നിൽക്കുമ്പോൾ അതാ ആ ആർപ്പവിളികളും ആരവങ്ങളും ഇങ്ങനെ ഉയർന്നു പൊങ്ങുമ്പോൾ ചെറിയ പണ്ഡിതനും ജിബി തട്ടനും വാശിയോടെ തുഴലെറിഞ്ഞുകൊണ്ട് ഈ തീരഞ്ജലോത്സവത്തിന്റെ ട്രോഫികൾ മാറോടടിച്ച് ചുംബിക്കാൻ ഞങ്ങളാണ് കടന്നു വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ പണ്ഡിതനും ജിബി തട്ടകനും ഒപ്പത്തിനൊപ്പം കട്ടക്കെട്ട് ഇഞ്ചോടിഞ്ച് പോരടിച്ചുകൊണ്ട് ചെറിയ പണ്ഡിതൻ ജിബി തട്ടകൻ ആവേശം അലതലെന്ന് ജിബി തട്ടകൻ ചെറിയ പണ്ഡിതൻ. എത്ര ആവേശം നിറഞ്ഞ ഒരു മത്സരമായിരുന്നു പ്രിയപ്പെട്ടവരെ. വരുന്ന തട്ടകത്തമ്മ തൽവാർ ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ അങ്ങനെ കടന്നു വരുമ്പോൾ അതിന്റെ അണിയത്ത് നമ്മുടെ പ്രിയപ്പെട്ട മധ്യ കേരളത്തിന്റെ അഴകത്ത അണിയക്കാരൻ വിനയൻ ചേട്ടൻ അതിന്റെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ അതിന്റെ അമരത്ത് നമ്മുടെ പ്രിയപ്പെട്ട മനോജ് ചേട്ടനുണ്ട്. ഈ ട്രാക്കിലൂടെ കടന്നു വരുന്ന മടപ്ലാതിരത്ത് ഡിമക്സ് ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ ജയൻ കൊല്ലങ്കിയാണ് അതിന്റെ ക്യാപ്റ്റൻ എങ്കിൽ അഭിജിത്ത് അതിന്റെ അണിയത്ത് ചാച്ചൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രിയപ്പെട്ട പ്രദേശവാസികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുമെന്നുള്ളത് കൊണ്ട് ചാച്ചൂട്ടി അതിന്റെ അണിയത്തും ശരവണൻ ചേട്ടൻ അതിന്റെ അമരത്തിൽ നിന്നുകൊണ്ട് കടന്നു വരുമ്പോൾ മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മയിൽപീരി വള്ളം ജലസംഘം ബോട്ട് ക്ലബ്ബ് മുപ്പട്ടിക്കരയുടെ നേതൃത്വത്തിൽ അങ്ങനെ കടന്നു വരുമ്പോൾ സഹലാണ് അതിന്റെ അണിയം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ സലാമ് അതിന്റെ അമരം കൈകാര്യം ചെയ്തുകൊണ്ട് കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് നോക്കിക്കേ, മൂന്ന് കളിവള്ളങ്ങൾ ഒപ്പത്തിനൊപ്പം മത്സരിച്ചു വരുന്ന എത്ര സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന തട്ടകത്തമ്മ കന്നിയംഗത്തിൽ ഈ തീരഞ്ജലോത്സവത്തിന്റെ ആദ്യപാദ മത്സരത്തിൽ വിജയക്കോടി നാട്ടിക്കൊണ്ട് തന്റെ ആദ്യ അംഗം വിജയിക്കാൻ വേണ്ടി നല്ല ശക്തമായി പോരടിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്ന മടപ്രാതുരത്ത് കരയുടെ പൊന്നോമന പുത്രൻ 2023 സീസണിൽ 10 വിജയങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കിയ മടപ്രാതുരത്ത് വെള്ളമര ഡിമക്സ് ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ TBC കൊച്ചിൻകാവിന്റെ തൊഴിലാളികൾ തൊഴിലെറിഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ മയിൽപീലി വെള്ളം പീലി നിവർത്തിയാടാൻ തയ്യാറായി തന്നെ മയിൽപീലി വെള്ളം ജലസംഘം ബോട്ട് ക്ലബ്ബ് മുപ്പട്ടിത്തറയുടെ നേതൃത്വത്തിൽ അങ്ങനെ കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടിനും മൂന്നിനും ശക്തമായ ഒരു മത്സരമല്ലേ ഇല്ല. ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന തട്ടകത്തമ്മയും ഗംഭീര പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ, ആ ട്രാക്കിന്റെ പകുതി ദൂരം എത്തിയപ്പോൾ പോലും ആ മത്സരത്തിന്റെ പോരാട്ട വീര്യം നിങ്ങളൊന്ന് നോക്കിക്കേ. അണിയക്കാരൊക്കെ അങ്ങനെ എണീറ്റ് നിന്ന് കുത്തിയെറിയുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച, അമരത്തിൽ നിന്ന് ആടുമയൊക്കെ കുത്തിയെറിയുന്ന സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടില്ലേ? ആ ജലത്തുള്ളികളൊക്കെ ആകാശത്തിൽ ഇങ്ങനെ മിന്നി പറയുമ്പോൾ അതിൽ നിന്നിരുന്ന ആ മനോഹരമായിട്ടുള്ള മഴവിൽ മനോഹാരിതം നിറഞ്ഞ ദൃശ്യവിസ്മയം നമ്മൾക്ക് കണ്ടാസ്വദിക്കാനാവുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, അത് മടപ്ലാതിരുത്ത വെള്ളം അങ്ങനെ പിടിവിട്ട് വരുന്ന ശക്തമായി കടന്നു വരുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച. ഡിമക്സ് ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട തൊഴിലാളികൾ അങ്ങനെ തുഴകൾ എറിഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ ഒന്നാം ട്രാക്കിലൂടെ തട്ടകത്തമ്മയും രണ്ടാം ട്രാക്കിലൂടെ മടപ്ലാതിരുത്തും മൂന്നാം ട്രാക്കിലൂടെ മയിൽപീലിയും ഇതാ നമ്മുടെ ഫിനിഷിംഗ് ലൈനിലെ തൊടാലികളെ കടന്നു വരുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മടപ്ലാതിരുത്ത് അങ്ങനെ ആ ഒരു വിജയത്തിന്റെ കുതിപ്പിലേക്ക് ഇങ്ങനെ ചാടിക്കടക്കാൻ തയ്യാറായി കടന്നു വരുമ്പോൾ മയിൽപീലി വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല, തട്ടകത്തമ്മ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. എന്തായാലും നല്ലൊരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ മടപ്ലാതിരുത്ത് കടന്നു പോകുന്നു, അതുപോലെ തന്നെ നമ്മുടെ മയിൽപീലി കടന്നു പോകുന്നു, നമ്മുടെ തട്ടകത്തമ്മയും നല്ലൊരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഇതാ നമുക്ക് മുൻപിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ എന്തായാലും ശക്തമായി തുടകളെറിയുകൊണ്ട് 3 കളിവള്ളങ്ങളും 3 ക്ലബ്ബുകളും ഇറ്റന്നോടി വള്ളം തട്ടകത്തമ്മ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ തൽവാർ ബോട്ട് ക്ലബ്ബ് അതിന് നേതൃത്വം നൽകിക്കൊണ്ട് കടന്നു വരുമ്പോൾ അതിന്റെ അണിയത്ത് മധ്യ കേരളത്തിന്റെ ഏറ്റവും അഴകത്ത അണിയക്കാരനൊക്കെ ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വിനയൻ ചേട്ടൻ അതിന്റെ അണിയത്ത് നിന്ന് കൈകാര്യം ചെയ്തുകൊണ്ട് കടന്നു
വരുമ്പോൾ അതിന്റെ അമരത്ത് നമ്മുടെ പ്രിയപ്പെട്ട മനോജേട്ടനുണ്ട്. എന്തായാലും 2 വള്ളങ്ങളും 1 ട്രാക്ക് ദൂരം പിന്നിടുമ്പോൾ ഒപ്പത്തിനൊപ്പം തന്നെ മത്സരിച്ച് വരുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. കാരണം ഈ കഴിഞ്ഞ മത്സരങ്ങളെ പോലെ ആകില്ല, ഇതെന്തായാലും ഇഞ്ചോടിഞ്ച് പോരടിക്കുന്ന ഒരു മത്സരമായിരിക്കും എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. എന്തായാലും ശക്തമായിട്ടുള്ള മത്സരം ആദ്യ തുടങ്ങിയ സമയം മുതൽ ഇതാ 2 ട്രാക്ക് ദൂരത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ വെള്ളപ്പങ്കായങ്ങളൊക്കെ അങ്ങനെ എത്ര സുന്ദരമായിട്ടാണ് ആ തുഴകളൊക്കെ അങ്ങനെ വീഴുന്നത്. ഒരു അച്ചിൽ നിരത്തി വെച്ചിരിക്കുന്നത് പോലെ കൃത്യതയോടുകൂടി ആ വെള്ളത്തിൽ ആ വെള്ളപ്പങ്കായങ്ങളൊക്കെ അങ്ങനെ മനോഹാരിതയോടെ തുഴകൾ എറിഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ മനസ്സിന് അല്ലെങ്കിൽ കണ്ണിന് കുളിർമയേകുന്ന എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ്. എന്തായാലും 2 വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം മത്സരിച്ച് വരുന്ന സുന്ദരമായിട്ടുള്ള കാഴ്ച. എന്തായാലും ഈ ആദ്യ ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ പമ്പാവാസനാണോ അതോ തട്ടകത്തമ്മയാണോ വിജയിക്കുക എന്നറിയാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഏകദേശം 800 മീറ്റർ വരുന്ന ഈ മനോഹരമായിട്ടുള്ള വാട്ടർ ട്രാക്കിന്റെ പകുതി ദൂരം പിന്നിടുമ്പോൾ 2 വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം മത്സരിച്ച് വരുന്ന സുന്ദരമായിട്ടുള്ള കാഴ്ച. പമ്പാവാസനാണോ അതോ തട്ടകത്തമ്മയാണോ? ഇല്ല തട്ടകത്തമ്മേ, ഞാൻ പമ്പാവാസനാണ്, ഈ മത്സരത്തിൽ ഞാൻ നിന്നെ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഇളമുറ തമ്പുരാൻ പമ്പാവാസൻ അങ്ങനെ ശക്തിയോടെ തുഴകളെറിഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ എന്റെ പമ്പാവാസ, ഞാൻ തട്ടകത്തമ്മയാണ്, നിന്നെ ഈ മത്സരത്തിൽ പരാജയപ്പെടുത്താൻ എനിക്കാകും, നിന്നെ ഈ മത്സരത്തിൽ നിന്ന് പരാജയപ്പെടുത്തിയിട്ട് മാത്രമേ ഞാൻ ഈ കളം വിടൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട തട്ടകത്തമ്മയെ കടന്നു വരുമ്പോൾ ഏകദേശം നമ്മുടെ ട്രാക്കിന്റെ പകുതി ദൂരം പിന്നിടുമ്പോൾ എന്താ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ ഇങ്ങനെ ഒരു അനക്കമില്ലാതെ നിൽക്കുന്നത്? നിങ്ങളൊന്ന് കൈയടിക്ക്, ഒന്ന് ആർപ്പ് വിളിക്ക്. ഇനി 2 മത്സരങ്ങളോട് കൂടി നമ്മുടെ ഈ ജലോത്സവത്തിന് പരിസമാപ്തി വീഴുമ്പോൾ നമ്മളിങ്ങനെ നിക്കല്ലേ, ഒന്ന് ആവേശം കൊടുത്ത്. എത്ര ശക്തമായ മത്സരമാണ്! 2 കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പം ഒരു ചരടിൽ കെട്ടി ഒരു നൂലിൽ കെട്ടി വലിക്കുന്നത് പോലെ 1 ഇഞ്ച് പോലും വ്യത്യാസമില്ലാതെ 2 വള്ളങ്ങളും കടന്നു വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരല്പം മുൻപിൽ പമ്പാവാസനല്ലേ. ഇല്ല, വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ തട്ടകത്തമ്മയും. എന്തൊരു മത്സരമാണ്, എന്തൊരാവേശമാണ്! എത്ര സുന്ദരം, എത്ര മനോഹരം, എത്ര ശക്തമായ മത്സരം! ആര് വിജയിക്കും, ആര് പരാജയപ്പെടും? എന്റെ പ്രിയപ്പെട്ടവരെ, ആര് ഉയരട്ടെ, കയ്യടികൾ ഉയരട്ടെ. ആര് വിജയിക്കും? പമ്പാവാസനാണ്, തട്ടകത്തമ്മയാണ്? ആര് വിജയിക്കും, ആര് പരാജയപ്പെടും? ഒപ്പത്തിനൊപ്പം തട്ടകത്തമ്മ, പമ്പാവാസൻ. ഇല്ല, വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ തട്ടകത്തമ്മ ഇതാ ഫിനിഷിംഗ് ലൈനിനെ തൊടാൻ വരുമ്പോൾ അതാ പമ്പാവാസനും തട്ടകത്തമ്മയും ആവേശത്തോടെ തട്ടകത്തമ്മ, പമ്പാവാസൻ, തട്ടകത്തമ്മ, പമ്പാവാസൻ, തട്ടകത്തമ്മ, പമ്പാവാസൻ. ആവേശത്തിന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് നോക്കിക്കേ. ആപരത്ത് നിന്ന് ആടപങ്കായങ്ങളൊക്കെ കുത്തിയെറിയുമ്പോൾ അതിൽ നിന്ന് ആ ഉതിരുന്ന ആ ജലകണികകളുടെ മനോഹാരിത ഒന്ന് നോക്കിക്കേ എന്റെ പ്രിയപ്പെട്ടവരെ. 3 അമരക്കാരും അങ്ങനെ നിന്ന് കുത്തിയടിക്കുന്ന സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. 1ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 തോയക്കാവ് ദേശം ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ വിശാഖ കാമ്പാറാണ് അതിന്റെ ക്യാപ്റ്റനെങ്കിൽ മധ്യ കേരളത്തിന്റെ അണിയത്തെ വസന്തം സുരേഷ് അരൂക്കുറ്റി, അതിന്റെ അണിയത്തും പ്രശാന്ത് താന്തോന്നത്തിരുത്ത് അതിന്റെ അമരത്ത് നിന്നുകൊണ്ട് കടന്നു വരുമ്പോൾ 2ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന മയിൽപീലി ജനസംഘം ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ സഹലാണ് അതിന്റെ അണിയത്തെങ്കിൽ സലാമ് അതിന്റെ അമരത്ത് നിന്നുകൊണ്ട് നയിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ 3ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ജിബി തട്ടകൻ PBC പുളിയന്തുരത്തിന്റെ കൈക്കരുത്തിൽ ക്യാപ്റ്റൻ വിജീഷ് അതിന് മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ വിജീഷ് തന്നെ അതിന്റെ അണിയത്ത് നിന്ന് അങ്ങനെ നയിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ അമരത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ ചേട്ടനുണ്ട്. അങ്ങനെ ശക്തമായ തുഴകൾ എറിഞ്ഞുകൊണ്ട് വരുമ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ കണ്ടശാങ്കര ജലോത്സവത്തിൽ 1ാം ട്രാക്കിലൂടെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2, 2ാം ട്രാക്കിലൂടെ ജിബി തട്ടകനും 3ാം ട്രാക്കിലൂടെ മയിൽപീലിയും ആവേശത്തോടെ തുഴകൾ എറിഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ശക്തമായിട്ടുള്ള ഒരു മത്സരം അവർ നിന്ന് ആരംഭിച്ച് ഏകദേശം പകുതി ദൂരം പിന്നിട്ടോടെ ഇങ്ങനെ കടന്നു വരുമ്പോൾ 3 കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പമല്ലേ ശക്തമായി തുഴകൾ എറിഞ്ഞുകൊണ്ട് കടന്നു വരുന്ന ആ 3 ജലരാജാക്കന്മാർ, ആ പേരും പെരുമയും പ്രശസ്തിയും നിറഞ്ഞ മധ്യ കേരളത്തിന്റെ ട്രാക്കുകളിൽ ഒട്ടനവധി വിജയങ്ങൾ തീർത്തിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ജിബി തട്ടകനും മയിൽപീലിയും കടന്നു വരുമ്പോൾ 1ാം ട്രാക്കിലൂടെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2, 2ാം ട്രാക്കിലൂടെ ജിബി തട്ടകനും 3ാം ട്രാക്കിലൂടെ മയിൽപീലിയും കടന്നു വരുമ്പോൾ 3 കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പം മത്സരിച്ചു വരുന്നു. എന്തായാലും ഈ ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ വിട്ടുതരാൻ ഞങ്ങൾ തയ്യാറല്ല. ആദ്യപാദ മത്സരത്തിൽ ചെറിയ ഒരു വ്യത്യാസത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതെങ്കിൽ ഈ ഒരു വിജയത്തിലൂടെ അതിനൊരാശ്വാസം കണ്ടെത്താൻ ഞങ്ങൾ തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ 3 കളിവള്ളങ്ങളും വിട്ടുകൊടുക്കാതെ കടന്നു വരുന്ന എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ്. സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ആണോ, ജിബി തട്ടകനാണോ, മയിൽപീലിയാണോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മധ്യ കേരളത്തിന്റെ ട്രാക്കുകളിൽ ഒട്ടനവധി വിജയങ്ങൾ കരസ്ഥമാക്കിയ ജിബി തട്ടകൻ, സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2, മയിൽപീലി, 3 കളിവള്ളങ്ങളാണ്. ആ അണിയക്കാരൊക്കെ അങ്ങനെ എണീറ്റ് നിന്ന് എത്ര സുന്ദരമായാണ് എന്റെ പ്രിയപ്പെട്ടവരെ തുഴകൾ എറിയുന്നത്. 3 വള്ളങ്ങളും എന്തൊരു മത്സരമാണ്, എന്തൊരാവേശമാണ്! എന്റെ കാണികളെ ഒന്ന് കൈ
ഒന്ന് ആവേശം കൊടുക്കുന്നത് ഒപ്പത്തിനൊപ്പമുള്ള ഒരു മത്സരം. എന്നാലും ഈ തീരൻ ജലോത്സവത്തിന്റെ മത്സരത്തിൽ ട്രോഫി ജേതാക്കളാകാൻ നമ്മുടെ പ്രിയപ്പെട്ട സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ജിബി തട്ടകരും മയിൽപീലിയും ആവേശത്തോടെ തൊഴിലെറിഞ്ഞിടുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ മയിൽപീലി ഒരൽപ്പം മുന്നിലാണ്. ഇല്ല, വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ജിബി തട്ടകർ അല്ല സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ആര് വിജയിക്കും? ഒരുപോലെ ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് കെട്ടകട്ടെ മയിൽപീലി ജിബി തട്ടകർ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 അല്ല മയിൽപീലി ഇല്ല ജിബി തട്ടകർ ഇല്ല സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ഒപ്പത്തിനൊപ്പമുള്ള മത്സരം, വിട്ടുകൊടുക്കാൻ തയ്യാറാത്ത മത്സരം, ശക്തമായിട്ടുള്ള മത്സരം, സുന്ദരമായിട്ടുള്ള ഒരു മത്സരം. എത്ര ശക്തമായിട്ടുള്ള മത്സരമായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ. സുന്ദരമായിട്ടുള്ള ഒരു മത്സരം അങ്ങനെ കാഴ്ചവെച്ചുകൊണ്ട് മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന മണപ്പുറാപുരത്ത് ഡിമെക്സ് ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ ജയൻ കൊല്ലങ്കി അതിന്റെ ക്യാപ്റ്റനായി നിൽക്കുമ്പോൾ ചാച്ചുട്ടി അതിന്റെ അണിയത്ത് ശരവണം കേട്ടാൻ അതിന്റെ അമരത്തിൽ നിന്നുകൊണ്ട് തുടങ്ങാറുകൊണ്ട് കടന്നു വരുമ്പോൾ ആരായിരിക്കും എന്റെ പ്രിയപ്പെട്ടവരെ ഈ അവസാന മത്സരത്തിൽ വിജയക്കൊടി നാട്ടാൻ ഇങ്ങനെ കടന്നു വരുന്നത്? എനിക്ക് തോന്നുന്നു മത്സരം ഏകദേശം 2 ട്രാക്ക് ദൂരം പിന്നിടുമ്പോൾ മണപ്പുറാപുരത്ത് ഒരൽപ്പം മുന്നിലാണോ? ഇല്ല, ഒപ്പമുണ്ട് ചെറിയ ഒപ്പമുണ്ട് ശ്രീമുരുകൻ. അവസാന മത്സരത്തിൽ ഈ തീരം ജലോത്സവത്തിന്റെ തിരശീല വീട്ടിക്കുള്ള ഫൈനൽ മത്സരത്തിൽ ഇഞ്ചോടിഞ്ഞ് പോരടിച്ചുകൊണ്ട് ആ 3 ജലരാജാക്കന്മാർ കരിനാഗങ്ങളെ പോലെ പാഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട കമന്റേറ്റർ നമ്മുടെ പ്രിയപ്പെട്ട ജോസ് സക്രിയ സാറിന് ഒന്നോർത്തു പോവുകയാണ്. ഒരു അച്ചുതണ്ടില് കുറച്ച് തൊഴിലുകളൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിച്ചാൽ, അത് ഒന്ന് യാന്ത്രികമായി ചലിപ്പിച്ചാൽ അതിൽ നിന്ന് ആ മനോഹരമായി വരുന്ന ആ പങ്കാളികളുടെ സുന്ദരമായിട്ടുള്ള കാഴ്ചയൊക്കെ ഇങ്ങനെ നമുക്ക് മുന്നിലൂടെ കടന്നു വരുമ്പോൾ 3 വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം മത്സരിച്ചു വരുന്നു. എനിക്ക് തോന്നുന്നു ഒരു തുണപ്പാട് മുന്നിൽ നടപ്പാതിരുത്താണോ? ഇല്ല, ചെറിയ വണ്ടികളുണ്ട്. നമ്മുടെ അടിയത്ത് നിന്നൊക്കെ എണീറ്റ് നിന്ന് അവരെ കുത്തിയെറിയുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആവേശം പോരെ കേട്ടോ, നിങ്ങളുടെ കയ്യടികൾ പോരെ കേട്ടോ. നമ്മുടെ അവസാന മത്സരത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ 3 കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പം മത്സരിച്ചു വരുന്നു. ചെറിയ വണ്ടികൾ ശ്രീമുരുകൻ മണപ്പുറാപുരത്ത് 1ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ശ്രീമുരുകൻ ഒരുമനയൂർ ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിലൂടെ കടന്നു വരുമ്പോൾ സൺറൈസ് തുണിച്ചിൽക്കാരങ്ങനെ തുടർന്നുകൊണ്ട് കടന്നു വരുമ്പോൾ 2ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ചെറിയ വണ്ടികൾ സൗഹൃദ ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ അത്തുഴയാളികൾ അത്തുഴത്തെടുത്ത് കാട്ടിക്കൊണ്ട് നമുക്ക് മുന്നിലേക്ക് കടന്നു വരുമ്പോൾ 3ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന മണപ്പുറാപുരത്ത് ഈ സീസണിലെ ആദ്യ വിജയം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി മണപ്പുറാപുരത്ത് ദേശക്കാരുടെ ആ പൊന്നോടിലെ പുത്രൻ ഒരൽപ്പം മുൻപിലല്ലേ. എന്തായാലും ഡിമെക്സ് ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള മണപ്പുറാപുരത്ത് ഒരൽപ്പം മുൻപിലായിട്ട് കടന്നു വരുന്നെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ ചെറിയ വണ്ടികളുണ്ട്, ശ്രീമുരുകനുണ്ട്. ആര് വിജയിക്കും, ആര് പരാജയപ്പെടും? ഇതാ അവസാന വിജയപ്പെടുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് നോക്കിക്കേ, എത്ര ശക്തമായ മത്സരം. ആര് വിജയിക്കും? ശ്രീമുരുകനാണോ അതോ നമ്മുടെ മണപ്പുറാപുരത്താണോ അതോ ചെറിയ വണ്ടികളാണോ? ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പോരാടിക്കൊണ്ട് ചെറിയ വണ്ടികൾ മണപ്പുറാപുരത്ത് ശ്രീമുരുകൻ ഒപ്പത്തിനൊപ്പം കെട്ട എത്ര സുന്ദരം, എത്ര സുരഭിലം, എത്ര മനോഹരം. മണപ്പുറാപുരത്താണോ അതോ നമ്മുടെ പ്രിയപ്പെട്ട ചെറിയ വണ്ടികളാണോ? ശ്രീമുരുകനാണോ? മണപ്പുറാപുരത്ത് ചെറിയ വണ്ടികൾ ശ്രീമുരുകൻ ആവേശത്തോടെ തുഴകളെറിഞ്ഞുകൊണ്ട് ഇതാ ശക്തമായിട്ടുള്ള തുഴകളെറിഞ്ഞുകൊണ്ട്